ഹായ് ഗൈസ്, നമ്മൾ കൊട്ടിയൂർ പോവാണ്. പെട്ടെന്നെടുത്ത് തീരുമാനമായതുകൊണ്ട്, അതും ഏറ്റവും ലാസ്റ്റ് പെണ്ണുങ്ങൾ കയറുന്നതിൻ്റെ ലാസ്റ്റത്തെ തലേന്ന് പോയി. കാരണം വെച്ചാൽ അന്നേരമെങ്കിലും തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അന്ന് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇന്നേ വരെ കാണാത്ത ഒരു തിരക്കാണ് ഈ പ്രാവശ്യം. എല്ലാവരും ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു തിരക്കെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ച അത് എപ്പോഴും ആദ്യം ഉണ്ടാവുന്നതാണ്. പിന്നീട് അതൊക്കെ കുറയുമെന്ന് വിചാരിച്ച. പക്ഷെങ്കിൽ നമ്മളെപ്പോൾ പോയാലും ദർശനം കിട്ടുന്ന ഒരു അമ്പലമായിരുന്നു കൊട്ടിയൂർ. ഇപ്പോൾ സകല ബസ്സും ട്രിപ്പ് അങ്ങോട്ട് സ്പെഷ്യൽ ട്രിപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തൊഴാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ ക്യൂ തന്നെ ഏകദേശം ഒരു 3-4 മണിക്കൂറാണ് ആ മഴയ്ക്ക് കുഞ്ഞു വാവിനൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ക്യൂ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. റോഡിൽ നിന്ന് തന്നെ നമുക്ക് 4 വഴിയായിട്ട് തിരിച്ച് വിടുക ചെയ്ത്. 4 വഴിയായിട്ട് തിരിച്ച് വിട്ടിട്ട് ഇത് ഏത് ഭാഗത്താണ് എന്നും പോകുന്നതായാലും നമുക്ക് ഈതൊരു വഴി ഏത് ഭാഗത്തുനിന്നാണ് വന്നതൊന്നും അറിഞ്ഞൂടാ. എങ്ങനെയൊക്കെ സൈഡിലോട്ട് നടന്ന് നമ്മൾ കൊട്ടിയൂരിൻ്റെ ഇങ്ങനെ എത്തി. അപ്പോൾ പുഴയിൽ സൈഡിൽ ആൾക്കാർ കുളിക്കാനൊന്നും വിടുന്നില്ല. 3-4 ആൾക്കാർ ഒലിച്ച് പോയത് കൊണ്ട് പോലീസ് അവിടെ കാവലാണ്. അപ്പോൾ ആരും പുഴയിൽ കുളിക്കാൻ വിടുന്നില്ല. ഇവരിങ്ങനെ സൈഡിലോട്ട് പോലീസ് കാണാണ്ടപ്പം കുളിക്കുക. അപ്പം നമ്മൾ കയറി പോകുന്ന പാലാണത്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ 3-4 മണിക്കൂർ അവിടെ തന്നെ നിൽക്കുക. ഇത്രയും ജനങ്ങൾ, ആർക്കും പുഴയിൽ മുങ്ങിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 4-5 വഴിയിൽ നിന്ന് തിരിച്ച് വിടുന്നുണ്ട്. നമ്മൾ ഈ വഴിയിലോട്ടാണ് പോയത്. ചളിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വഴിയിലോട്ട് പോയ ആൾക്കാരെല്ലാം ചെരുപ്പ് ഉപേക്ഷിച്ച് പോയ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ചെരുപ്പുകൾ. പിന്നീട് അത് എടുക്കാൻ പറ്റുന്നില്ല. തിരിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഏത് കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ചെരുപ്പ് എടുക്കുക, അങ്ങനെ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ കുറേ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ ഗൈസ് കണ്ട ഇത്തരം തിരക്ക് ഒരു പിടി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മോൾക്ക് തല ചുറ്റി. അപ്പം അവളെ കൂട്ടി വന്ന് ഷെഡിലിരുത്തി അവൾക്ക് കാപ്പി അവിടെ നിന്ന് കാപ്പി കൊടുക്കുന്നില്ല. കാപ്പിയെല്ലാം കൊടുത്ത് അവൾ ഓക്കെ ആക്കുമ്പോഴത്തേക്ക് സുധീഷേട്ടൻ നേരെ പോയി പ്രസാദമെല്ലാം വാങ്ങിയിട്ട് വന്ന് ചന്ദനം കിട്ടുമോ. അപ്പം നമ്മൾ ചന്ദനെല്ലാം ഇട്ടിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും വലം വെച്ചു 3 വട്ടം. ദൈവസാന്നിധ്യം നടക്കുന്നുണ്ട്, പക്ഷെ എന്തായാലും അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് നടന്ന് വലം വെച്ചത് പ്രത്യേക സുഖമാണ്. അവിടെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ നടക്കും. മോക്കാദ്യം മടിയായിരുന്നു. ഓരോ വീട്ടു മതി അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിട്ടില്ല. 3 ചുറ്റിച്ച്. തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തൊപ്പിയെല്ലാം ഇട്ടിട്ട് വരും കേട്ടോ. എന്ന് വെച്ചാൽ തെറ്റിപ്പോണ്ടോ, ആൾക്കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയതിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോരോ യൂണിഫോമായി ഇട്ടിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, തൊപ്പി ഇട്ടിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്, ടവലെടുത്തിട്ട് വരുന്ന ആൾക്കുണ്ട്. ഒരേപോലത്തെ കാണാൻ നല്ല രസമായിരുന്നു. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഭഗവാനെ കാണുകയെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ വെള്ളത്തിലോട്ട് നടന്ന് മുകളിൽ കയറി ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചു. സുധീഷേട്ട മറ്റേ പ്രസാദം കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ നെയ്യൊക്കെ. അപ്പോഴത്തേക്കും നമ്മൾ ക്ഷീണം പിടിച്ചിട്ട് അവിടെ ഇരുന്നു. സ്റ്റെപ്പിൽ തന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. പോലീസിനോട് ചോദിക്കുക, നമുക്ക് അപ്പുറം കൊട്ടിയൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആണ് സാധനങ്ങൾ തേച്ച് വിൽക്കുന്നത്. അപ്പോൾ ഈ പുഴ കടക്കാൻ എന്തെങ്കിലും പറ്റില്ല, പാലം കടക്കാനും പറ്റില്ല, എങ്ങനെയാണ് പോവുക. പക്ഷേ എങ്കിൽ പോലീസ് പറഞ്ഞു നിങ്ങൾ വണ്ടി എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല, നടക്കേണ്ടി വരും. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാധനവും നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമായിരിക്കും കൊട്ടിയൂർ വിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഭാഗത്ത് പിന്നെ ഈ സാധനങ്ങളൊക്കെ വെക്കണോ, ആൾക്കാർ ഇങ്ങനെ തിരിച്ചു വിടുന്നുണ്ട്. ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. ആറ്റുനോറ്റ് അവിടെ ഉണ്ടായിരുന്നത് മറ്റേ പാനിപ്പൂരിയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു പ്ലേറ്റ് വാങ്ങി കഴിച്ച് രാവിലെ വന്നതുകൊണ്ട്. പിന്നെ പൂ വാങ്ങിച്ചു. ഒരു കുഞ്ഞു പിള്ളേരായിരുന്നു വിറ്റുകൊണ്ടുള്ളത്.
അത് വാങ്ങിച്ചു. വിശന്നിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. വരുന്ന അവിടെ കിട്ടിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ വരുന്ന വഴിക്ക് സേവാഭാരതിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് പോകുന്ന വഴിക്കാണ് നമ്മൾ കാണുന്നത് സേവാഭാരതിൻ്റെ ഫ്രീ ഫുഡ് കൊട്ടിയൂർ പോയ ആൾക്കാർക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.